നമസ്കാരം. സക്സസ് പാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ്റെ ബാക്കി പാർട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം ഏത്? രാജസ്ഥാൻ. തന്നിരിക്കുന്നതിൽ രാജസ്ഥാനാണ് പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം. ഭൂഗുരുത്വ ത്വരണം ജിയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏത്? തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ജിയുടെ മൂല്യം ഭൂമിയുടെ മാസിനെയും ആരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ധ്രുവപ്രദേശങ്ങളിലെ ജിയുടെ മൂല്യം ഭൂമധ്യരേഖാ പ്രദേശത്തേക്കാൾ കൂടുതലായിരിക്കും. ഒരു വസ്തുവിൻ്റെ ഭാരം തീരുമാനിക്കുന്നത് ജിയുടെ മൂല്യം കണക്കിലെടുത്തുകൊണ്ടാണ്. ഒരു ആനയും ഒരു ഉറുമ്പും നിർബാധം താഴേക്ക് വീഴുമ്പോൾ ജിയുടെ മൂല്യം 2 പേർക്കും തുല്യമായിരിക്കും. ജി എന്നാൽ ഗ്രാവിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ജിയുടെ മൂല്യം ഭൂമിയുടെ മാസിനെയും ആരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ധ്രുവപ്രദേശങ്ങളിലെ ജിയുടെ മൂല്യം ഭൂമധ്യരേഖാ പ്രദേശത്തേക്കാൾ കൂടുതലായിരിക്കും. ഒരു വസ്തുവിൻ്റെ ഭാരം തീരുമാനിക്കുന്നത് ജിയുടെ മൂല്യം കണക്കിലെടുത്തുകൊണ്ടാണ്. ഒരു ആനയും ഒരു ഉറുമ്പും നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ ജിയുടെ മൂല്യം 2 പേർക്കും തുല്യമായിരിക്കും. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 40 സെന്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്ര? 20 സെന്റിമീറ്റർ ആണ്. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 40 സെന്റിമീറ്റർ ആണെങ്കിൽ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ആയിരിക്കും. ഒന്നും കൂടി പറയാം. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 40 സെന്റിമീറ്റർ ആണെങ്കിൽ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ആയിരിക്കും. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏത്? തന്നിരിക്കുന്നതിൽ ആദ്യത്തേത് മാത്രമാണ് തെറ്റായ പ്രസ്താവന. ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തുവിന്റെ സാന്ദ്രതയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. തെറ്റാണ്. ശരിയായ പ്രസ്താവനകൾ നോക്കാം. ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്ത ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്ത ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഒരു കല്ല് ജലത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ കല്ലിനുണ്ടാകുന്ന ഭാരക്കുറവ് അതിനനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തിന് തുല്യമായിരിക്കും. ഒരു കല്ല് ജലത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ കല്ലിനുണ്ടാകുന്ന ഭാരക്കുറവ് അതിനനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തിന് തുല്യമായിരിക്കും. കടലിൽ നിന്ന് ശുദ്ധജല തടാകത്തിലേക്ക് കടക്കുന്ന കപ്പൽ കൂടുതൽ താഴുന്നത് കടൽ ജലത്തിന്റെയും ശുദ്ധജലത്തിന്റെയും സാന്ദ്രതാ വ്യത്യാസം കൊണ്ടാണ്. കടലിൽ നിന്ന് ശുദ്ധജല തടാകത്തിലേക്ക് കടക്കുന്ന കപ്പൽ കൂടുതൽ താഴുന്നത് കടൽ ജലത്തിന്റെയും ശുദ്ധജലത്തിന്റെയും സാന്ദ്രതാ വ്യത്യാസം കൊണ്ടാണ്. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. ശരിയായവ കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ 1, 2, 3 ശരി. വാഹനങ്ങളിലും വ്യവസായശാലകളിലും തെർമൽ പവർ സ്റ്റേഷനുകളിലും ഇന്ധനമായി ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്നു. പ്രകൃതിവാതകത്തെ ദ്രവീകരിച്ച് ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അന്തരീക്ഷ താപനിലയിൽ വീണ്ടും വാതകമാക്കി പൈപ്പ് ലൈനുകളിലൂടെ വിതരണം ചെയ്യുവാനും സാധിക്കും. വാഹനങ്ങളിലും വ്യവസായശാലകളിലും തെർമൽ പവർ സ്റ്റേഷനുകളിലും ഇന്ധനമായി ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്നു. പ്രകൃതിവാതകത്തെ ദ്രവീകരിച്ച് ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അന്തരീക്ഷ താപനിലയിൽ വീണ്ടും വാതകമാക്കി പൈപ്പ് ലൈനുകളിലൂടെ വിതരണം ചെയ്യുവാനും സാധിക്കും. താഴെ തന്നിരിക്കുന്നവയിൽ ബ്രൗൺ എനർജി ഏത്? തന്നിരിക്കുന്നതിൽ ബ്രൗൺ എനർജി ന്യൂക്ലിയർ ഊർജമാണ്. ന്യൂക്ലിയർ ഊർജം ബ്രൗൺ എനർജി ആണ്. കേരളത്തിൽ പ്രളയമുണ്ടായപ്പോൾ അണുനാശിനി എന്ന നിലയിൽ ബ്ലീച്ചിങ് പൗഡർ വ്യാപകമായി ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഉപയോഗിച്ചു. അതിനു കാരണം ബ്ലീച്ചിങ് പൗഡർ ജലവുമായി പ്രവർത്തിച്ച് ഏത് വാതകം ഉണ്ടാകുന്നതുകൊണ്ടാണ്? ക്ലോറിൻ എന്ന വാതകം ഉണ്ടാകുന്നതുകൊണ്ടാണ്. കേരളത്തിൽ പ്രളയമുണ്ടായപ്പോൾ അണുനാശിനി എന്ന നിലയ്ക്ക് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചതിന് കാരണം ബ്ലീച്ചിങ് പൗഡർ ജലവുമായി പ്രവർത്തിച്ച് ക്ലോറിൻ ഉണ്ടാകുന്നതുകൊണ്ടാണ്. താഴെ തന്നിരിക്കുന്ന ലായനിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നതിൽ 1, 3 ശരി. ലീനത്തിന്റെ സ്വഭാവം ലയത്വത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്ന് കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി. ഒന്നും കൂടി നോക്കാം. ലീനത്തിന്റെ സ്വഭാവം ലയത്വത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്ന് കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി. ആറ്റം മാതൃകയുമായി ബന്ധമുള്ള ഏതാനും ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. അതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. റൂദർഫോർഡിന്റെ സൗരയൂഥ മാതൃകയിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുമ്പോൾ ഊർജം നഷ്ടമാവുകയും ക്രമേണ അത് ന്യൂക്ലിയസിൽ പതിക്കുകയും ചെയ്യുന്നു.
റൂദർഫോർഡിന്റെ സൗരയൂഥ മാതൃകയിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുമ്പോൾ ഊർജം നഷ്ടമാവുകയും ക്രമേണ അത് ന്യൂക്ലിയസിൽ പതിക്കുകയും ചെയ്യുന്നു. ബോർ മാതൃകയിൽ ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ബോർ മാതൃകയിൽ ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ബോർ മാതൃക പ്രകാരം ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്നു. ബോർ മാതൃക പ്രകാരം ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്നു. തോംസൺ മാതൃകയിൽ തണ്ണിമത്തന്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗത്തിലുടനീളം പോസിറ്റീവ് ചാർജും വിത്തുപോലെ ഇലക്ട്രോണുകളും വിതരണം ചെയ്യുന്ന ഒരു തണ്ണിമത്തനുമായി ആറ്റത്തെ ഉപമിച്ചിരിക്കുന്നു. തോംസൺ മാതൃകയിൽ തണ്ണിമത്തന്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗത്തിലുടനീളം പോസിറ്റീവ് ചാർജും വിത്തുപോലെ ഇലക്ട്രോണുകളും വിതരണം ചെയ്യുന്ന ഒരു തണ്ണിമത്തനുമായി ആറ്റത്തെ ഉപമിച്ചിരിക്കുന്നു. 2022 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം കരോലിൻ ആർ ബെർട്ടോസി, മോർട്ടൻ മെൽഡൽ, കെ ബാരി ഷാർപ്ലസ് എന്നിവർക്ക് ലഭിച്ചു. എന്ത് വികസിപ്പിച്ചെടുത്തതിനാണ് ഇവർക്ക് നോബൽ സമ്മാനം കിട്ടിയത്? ഏതു വർഷത്തെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനമാണ്? 2022 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം. ആർക്കൊക്കെയാണ് ലഭിച്ചത്? കരോലിൻ ആർ ബെർട്ടോസി, മോർട്ടൻ മെൽഡൽ, കെ ബാരി ഷാർപ്ലസ്. എന്താണ് വികസിപ്പിച്ചെടുത്തത്? ക്ലിക്ക് കെമിസ്ട്രിയുടെയും ബയോ ഓർത്തോഗണൽ കെമിസ്ട്രിയുടെയും വികസനത്തിനാണ് 2022 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം കരോലിൻ ആർ ബെർട്ടോസി, മോർട്ടൻ മെൽഡൽ, കെ ബാരി ഷാർപ്ലസ് എന്നിവർക്ക് ലഭിച്ചത്. ഇന്ത്യയിലെ വലിയ നഗരങ്ങളിലെ വായു മലിനീകരണത്തിന് കാരണമാകുന്നത് ഏത് ലോഹത്തിന്റെ സാന്നിധ്യമാണ്? ലെഡ്. ലെഡ് എന്ന ലോഹത്തിന്റെ സാന്നിധ്യമാണ് ഇന്ത്യയിലെ വലിയ നഗരങ്ങളിലെ വായു മലിനീകരണത്തിന് കാരണമാകുന്നത്. അവനി ലഖര പാരാഒളിമ്പിക്സിൽ സ്വർണം നേടിയത് ഏത് ഇനത്തിലാണ്? അവനി ലഖര പാരാഒളിമ്പിക്സിൽ സ്വർണം നേടിയത് ഏതിനത്തിനാണ്? 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗം. 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിനാണ് അവനി ലഖര പാരാഒളിമ്പിക്സിൽ സ്വർണം നേടിയത്. വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനത്തിന്റെ രചയിതാവ് ആരാണ്? അംഷി നാരായണപിള്ള. അംഷി നാരായണപിള്ളയാണ് വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനത്തിന്റെ രചയിതാവ്. കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിന്റെ പേര് എന്ത്? കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിന്റെ പേര് കേളികൊട്ട്. കേളികൊട്ട് എന്ന ചടങ്ങാണ് കഥകളിയിലെ ആദ്യത്തെ ചടങ്ങ്. പി കേശവദേവ് രചിച്ച ഉലക്ക എന്ന നോവൽ ഏത് സമരത്തെ പശ്ചാത്തലമാക്കി എഴുതിയിട്ടുള്ളതാണ്? പി കേശവദേവ് രചിച്ച ഉലക്ക എന്ന നോവൽ ഏത് സമരത്തെ പശ്ചാത്തലമാക്കി എഴുതിയിട്ടുള്ളതാണ്? പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി എഴുതിയിട്ടുള്ള നോവലാണ് ഉലക്ക. എഴുതിയത് പി കേശവദേവ്. വാ കുരുവി വരു കുരുവി വാഴക്കൈമേലിരികുരുവി. ഈ പ്രസിദ്ധമായ വരികൾ ആരുടേതാണ്? വാ കുരുവി വരു കുരുവി വാഴക്കൈമേലിരികുരുവി. ജി ശങ്കരപ്പിള്ള. ജി ശങ്കരപ്പിള്ളയുടെ വരികളാണ് വാ കുരുവി വരു കുരുവി വാഴക്കൈമേലിരികുരുവി. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം, സീഡ് ഫാം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം, സീഡ് ഫാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആലുവ താലൂക്കിലെ തുരുത്ത്. ആലുവ താലൂക്കിലെ തുരുത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം, സീഡ് ഫാം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് പി.ടി. ഉഷ. പി.ടി. ഉഷയായിരുന്നു ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ആദ്യ വനിതാ പ്രസിഡന്റ്. ഉയർന്ന തലത്തിലുള്ള ഭാഷകളിൽ എഴുതിയ പ്രോഗ്രാമുകൾ യന്ത്രഭാഷകളിലേക്ക് മാറ്റുന്നതിന് ഡാഷ് ഉപയോഗിക്കുന്നു. ഉയർന്ന തലത്തിലുള്ള ഭാഷകളിൽ എഴുതിയ പ്രോഗ്രാമുകൾ യന്ത്രഭാഷകളിലേക്ക് മാറ്റുന്നതിന് ഡാഷ് ഉപയോഗിക്കുന്നു. ലാംഗ്വേജ് പ്രോസസ്സർ. ലാംഗ്വേജ് പ്രോസസ്സർ ആണ് ഉയർന്ന തലത്തിലുള്ള ഭാഷകളിൽ എഴുതിയ പ്രോഗ്രാമുകൾ യന്ത്രഭാഷകളിലേക്ക് മാറ്റുന്നതിന് ഉപയോഗിക്കുന്നത്. വിവിധ തരത്തിലും പ്രോട്ടോക്കോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ ഡാഷ് ഉപയോഗിക്കുന്നു. വിവിധ തരത്തിലും പ്രോട്ടോക്കോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കുവാൻ ഗേറ്റ്വേ ആണ് ഉപയോഗിക്കുന്നത്. ഗേറ്റ്വേ ആണ് വിവിധ തരത്തിലും പ്രോട്ടോക്കോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ഡക്ക് ഡക്ക് ഗോ എന്നത് എന്താണ്? ഡക്ക് ഡക്ക് ഗോ ഒരു സെർച്ച് എഞ്ചിനാണ്. ഒരു സെർച്ച് എഞ്ചിനാണ് ഡക്ക് ഡക്ക് ഗോ. ഇമെയിൽ ഉപയോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിന്റെയോ ഉൽപ്പന്നത്തിന്റെയോ പ്രചാരണത്തിന് അയക്കുന്ന സന്ദേശമാണ് സ്പാംസ്. സ്പാം എന്ന് വെച്ചാൽ എന്താണ്?
ഇമെയിൽ ഉപയോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിന്റെയോ ഉൽപ്പന്നത്തിന്റെയോ പ്രചാരണത്തിന് അയക്കുന്ന സന്ദേശം. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണമാണ് സ്കാനർ. തന്നിരിക്കുന്നതിൽ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണം സ്കാനറാണ്. അറിയാനുള്ള അവകാശ നിയമം 2005 ഉദ്ദേശ ലക്ഷ്യത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നതിൽ 1, 2, 4 എന്തൊക്കെയാണ്? പൊതു അധികാരികളുടെ അധീനതയിലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് നിർബാധം ലഭ്യമാക്കുക, സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുക, കേന്ദ്ര ഇൻഫോർമേഷൻ കമ്മീഷൻ, സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ എന്നിവയുടെ രൂപവൽക്കരണം. ഒന്നും കൂടി നോക്കാം. പൊതു അധികാരികളുടെ അധീനതയിലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് നിർബാധം നൽകുക, സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുക, കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ, സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ എന്നിവയുടെ രൂപവൽക്കരണം. തത്വം: നിർമ്മാതാവിന് അവസാനത്തെ ആത്യന്തികമായി ഉപഭോഗം നടത്തുന്ന ഉപഭോക്താവിനോട് വരെ ബാധ്യതയുണ്ട്. നിർമ്മാതാവിന് അവസാനത്തെ ഉപഭോക്താവിനോട് വരെ ബാധ്യതയുണ്ട്. വസ്തുതകൾ: എക്സ് നിർമ്മാതാവിൽ നിന്ന് സുതാര്യമല്ലാത്ത കുപ്പിയിൽ അടച്ച വൈൻ വാങ്ങുകയും തന്റെ സുഹൃത്തായ വൈക്ക് പകർന്നു നൽകുകയും ചെയ്യുന്നു. അവസാനത്തെ ഗ്ലാസ് വൈൻ പകർന്നപ്പോൾ കുപ്പിയിൽ നിന്നും അഴുകിയ ഒച്ചിന്റെ അവശിഷ്ടം വൈയുടെ ഗ്ലാസ്സിൽ വീഴുകയും തത്ഫലമായി വൈ കടുത്ത അസ്വസ്ഥം ബാധിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ആൻസർ: നിർമ്മാതാവിന് വൈക്ക് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യതയുണ്ട്. താഴെ കൊടുത്തിട്ടുള്ള ഏതു മൗലിക അവകാശത്തിലാണ് തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? തുല്യതയ്ക്കുള്ള അവകാശം. തുല്യതയ്ക്കുള്ള അവകാശത്തിലാണ് തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രസ്താവന എ. പരാതിക്കാരിയായ സ്ത്രീക്ക് നിയമപ്രകാരം അർഹതപ്പെട്ട സ്വത്തിന്റെ ഓഹരി നിഷേധിച്ചാൽ അത് ഗാർഹിക പീഡനമാണ്. പരാതിക്കാരിക്ക് നിയമപരമായോ ആചാരപ്രകാരമായോ അർഹതയുള്ള സ്ത്രീധനമോ സ്വത്തോ ജീവനാംശമോ പങ്കുപാർക്കുന്ന വീടിന്റെ വാടകയോ അപഹരിക്കുക, നിഷേധിക്കുക, ലഭ്യമാക്കുന്നത് തടയുക, പരാതിക്കാരിയുടെ സ്വത്തുക്കൾ അന്യാധീനപ്പെടുത്തുക തുടങ്ങിയവ ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരുന്ന സാമ്പത്തിക പീഡനമാണ്. തന്നിരിക്കുന്നതിൽ എയും 6ഉം ശരിയാണ്. 6 എയുടെ ശരിയായ വിശദീകരണവുമാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ആദ്യത്തെ പ്രസ്താവന തെറ്റും രണ്ടാമത്തെ പ്രസ്താവന ശരിയുമാണ്. തെറ്റായ പ്രസ്താവന എന്താണ്? കുട്ടികൾക്കെതിരായിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരും. തെറ്റാണ്. കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് പോക്സോ നിയമപ്രകാരം കുറ്റകരമാണ്. ശരിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ശ്രീ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള പൊതുപ്രഖ്യാപനം യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ പാസാക്കി അംഗീകരിച്ചത് എന്നാണ്? മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള പൊതുപ്രഖ്യാപനം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ പാസാക്കി അംഗീകരിച്ചത് എന്നാണ്? ഡിസംബർ 10, 1948. ഡിസംബർ 10, 1948 മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള പൊതുപ്രഖ്യാപനം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ പാസാക്കി അംഗീകരിച്ചത്. ഇനി ഒരു 5 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കാം. We have moved dash from that location. തന്നിരിക്കുന്നതിൽ സി ആണ്. ourselves. We have moved ourselves from that location. The cat was sleeping dash the tree. The cat was sleeping under the tree. Under ആണ് വരുന്നത്. The cat was sleeping under the tree. By the time it started raining, we dash home. Had reached. By the time it started raining, we had reached home. I dash play violin when I was a child. തന്നിരിക്കുന്നതിൽ പാസ്റ്റിലുള്ളത് could മാത്രമാണ്. could ആണ് ആൻസർ വരുന്നത്. I could play violin when I was a child. Identifying the correct indirect report speech of the given sentence. I am waiting for Meenu, she said. തന്നിരിക്കുന്നതിൽ she said that she was waiting for Meenu. കറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് വരുന്നത് she said that she was waiting for Meenu. ഇനി നമുക്ക് ഒരു 5 മലയാളം ക്വസ്റ്റ്യനും കൂടി നോക്കാം. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന ചൊല്ലിന്റെ അർത്ഥം. കൊച്ചിയുടെ മഹാത്മ്യമാണ് ഈ ചൊല്ലിന്റെ അർത്ഥം. ഓപ്ഷൻ എ കൊച്ചിയുടെ മഹാത്മ്യം.
മടി പ്ലസ് ശീല ചേർത്തെഴുതിയ രൂപമാണ് മടിശീല. മടി പ്ലസ് ശീല ചേർത്തെഴുതുമ്പോൾ ഷ ഇരട്ടിക്കും, മടിശീല. ശരിയായ രൂപം കണ്ടെത്തി എഴുതുക. തന്നിരിക്കുന്നതിൽ സി ആണ്, യാദൃച്ഛികമാണ് ശരിയായിട്ടുള്ള സ്പെല്ലിങ്. കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ ഒറ്റ പദമാക്കുക. പിപ്പാസു. പിപ്പാസു ആണ് കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ. അങ്ങനെങ്കിൽ പിപ്പടിഷു എന്താണ്? ബാക്കി തന്നെ ഉണ്ടല്ലേ, പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ. പിപ്പടിഷു എന്താണ്? പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ. ബുഭുക്ഷു എന്താണ്? ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. ബുഭുക്ഷു ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. ദിദൃക്ഷു എന്താണ്? കാണാൻ ആഗ്രഹിക്കുന്ന ആൾ. ദിദൃക്ഷു എന്താണ്? കാണാൻ ആഗ്രഹിക്കുന്ന ആൾ. വെള്ളത്തിൽ എഴുതുക എന്ന പ്രയോഗത്തിനർത്ഥം ഫലമില്ലാതെ പ്രവർത്തിക്കുക. ഫലമില്ലാതെ